ഇപ്പോൾ നടൻ രവീന്ദ്രൻ ചേരുന്നു. താങ്കൾ ഈ അമ്മയുടെ ആദ്യകാല പ്രവർത്തകനാണ്, ആദ്യകാല സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ്. ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഈ അമ്മയുടെ പുതിയ ഭാരവാഹികൾ കടന്നിരിക്കുന്നു. ഇത് ഒരുപക്ഷെ ഇത് നേരത്തെ ആകാമായിരുന്നായിരുന്നു. ഇതിപ്പോൾ വന്നിട്ടുള്ള ഈ സമയത്ത് ആരും പ്രതീക്ഷയല്ലല്ലോ. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് തന്നെ ഇപ്പോഴാണ്. യഥാർത്ഥത്തിൽ ഈ കമ്മിറ്റി 4.5 വർഷം മുമ്പ് തന്നെ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരേണ്ടതായിരുന്നു. ഇപ്പോൾ WCC മുൻകൈ എടുത്ത് ഇങ്ങനെ ഒരു കാര്യത്തിന് മുൻകൈ എടുത്തത് കൊണ്ട് തന്നെയാണ് ആക്ച്വലി ഈ ഹേമ കമ്മിറ്റി ഉണ്ടായത് തന്നെ. അപ്പോൾ അത് അന്ന് തന്നെ അതിന് ഈ ഹേമ കമ്മിറ്റി കൊടുത്ത ഈ 2020 തോന്നുന്നു. അന്ന് തന്നെ ഇത് പുറത്തു വന്നിരുന്നെങ്കിൽ ഇതിനുള്ള ആരൊക്കെയാണ് ഇതിനകത്ത് ആരോപിതർ, അവരെ പറ്റിയുള്ള അന്വേഷണം അന്ന് ആരംഭിച്ചിരുന്നെങ്കിൽ വന്നിട്ടുള്ള ഇത്രയും ഒരു കലുഷിതമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോൾ പല കാര്യത്തിലും ഊഹാപോഹങ്ങളിൽ അമ്മ കുറ്റക്കാരനെന്ന രീതിയിലേക്ക് നിൽക്കുകയാണ്. ഒരുപക്ഷെ ഇതിലെ അമ്മയിലെ മെമ്പേഴ്സിൽ ആരോപിതരായിട്ടുണ്ടാവാം. അവരവരുടേതായ മാതൃകാപരമായിട്ട് അവർ പലരും രാജിവെക്കുന്നുണ്ട്. അതിൻ്റെ അന്വേഷണം നടന്നതിന് ശേഷം അവർ കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, അവരല്ല കുറ്റക്കാരെന്നുണ്ടെങ്കിൽ അത് മറിച്ച് ശിക്ഷിക്കപ്പെടട്ടെ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിപ്പോൾ മോഹൻലാലിപ്പോൾ എടുത്തിരിക്കുന്ന മാതൃകാപരമായിട്ടുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്തത്തിനെയാണ് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ചുമ്മാ വെറുതെ അമ്മയ്ക്ക് പഴി കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിൽ ഏറ്റവും ശ്ലാഘനീയം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞങ്ങൾ ഇത് എന്തിനു വേണ്ടി ഉണ്ടാക്കിയത്? യഥാർത്ഥത്തിൽ ഈ അഭിനേതാക്കളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്. ആ കാര്യത്തിന് ഇപ്പോഴും മുൻകൈ നിർത്തിക്കൊണ്ടാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ കമ്മിറ്റി പിരിച്ചു വിട്ടാലും യഥാർത്ഥത്തിൽ എന്താണ്, ആ ഓരോ മാസം കൈനീട്ടം കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്കും അവർക്ക് കിട്ടുന്ന ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളും അതിനകത്തുള്ള ഞങ്ങളുടെ ഈ മെമ്പേഴ്സിന് കിട്ടാനുള്ള എല്ലാ കാര്യത്തിനകത്തേക്കും ആ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും അതുപോലെ നിലനിർത്തിക്കൊണ്ടാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അത് വളരെ അനുമോദനീയം തന്നെയാണ് യഥാർത്ഥത്തിൽ. അതല്ലേ ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. യഥാർത്ഥത്തിലൊരു വേറെ എന്ത് ഇതിനപ്പുറത്ത് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഈ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും വന്നിട്ട് എല്ലാവരും ഊഹാപോഹത്തിലാണ്. പല നിർദോഷികളെയും വന്നിട്ടുള്ളതിനകത്തേക്ക് നിങ്ങൾ വന്നിട്ടുള്ള ഊഹാപോഹത്തിൽ അവരുണ്ടാവും, ഇവരുണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ്. യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി പുറത്തു വരട്ടെ. അത് യഥാർത്ഥത്തിൽ അതിന് അന്വേഷണം പുറത്തു വരേണ്ടതായിരുന്നു. അത് അന്ന് ചെയ്തിരിക്കേണ്ടതായിരുന്നു. അത് എന്തുകൊണ്ട് ഈ 4.5 വർഷം വരെ വൈകി എന്നുള്ളതാണ് ഇത്രയധികം വിഷമം ഉണ്ടാക്കുന്നത്. സ്ത്രീ സുരക്ഷയെ മുൻനിർത്തിയിട്ട് വന്നൊരു ഗവൺമെൻറ്റാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇതിനകത്തേക്ക് ഈ ഒരു കാരണം ഉണ്ടാകുന്നതിനകത്ത് ഇവിടെയാണ് PT തോമസിനെ നമ്മൾ ഓർക്കുന്നത്. അതിജീവിതയ്ക്കും ആ പ്രശ്നം ഉണ്ടായപ്പോൾ അതിൻ്റെ കൂടെ നിന്ന ആളാണ് PT തോമസ്. ഞങ്ങൾ PT തോമസ് ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് ഗ്രൂപ്പ് ആണ്. ഞങ്ങളാണ് അന്ന് അതിനുശേഷം ഈ അതിജീവിതയ്ക്ക് വേണ്ടി അന്ന് ഗാന്ധിശിലയ്ക്ക് മുമ്പിൽ നിൽക്കുക, നമ്മൾ സത്യാഗ്രഹം ഇരുന്നതിൻ്റെ കാരണം തന്നെ അത് തന്നെയാണ്. ഒരു നീതി വേണം, സ്ത്രീ സുരക്ഷയ്ക്ക് നീതി വേണം. അമ്മയ്ക്കും അത് ആവശ്യമാണ്. അമ്മയിലെ എല്ലാ മെമ്പേഴ്സും ഉണ്ട്, സ്ത്രീകളാണ് ഒരുപാട് പേര്. നീതി ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരു സംഘടന തന്നെയാണ്